പ്രാർത്ഥിക്കുവാൻ നൽകുന്ന അവസരങ്ങൾക്കായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രിൻസിപ്പൽ, രജിസ്ട്രാർ, ടീം, ഫാക്കൽറ്റി മെമ്പേഴ്സ്, മറ്റു പ്രിയപ്പെട്ടവർ, ഗ്രാജുവേറ്റ്സ്, ബന്ധുമിത്രാദികളായി വന്നുചേരുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. ഞാൻ ഒരു 40 മിനിറ്റ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു മെസ്സേജാണ് തയ്യാറാക്കിക്കൊണ്ട് വന്നത്. ഇവിടെ പുൾപിറ്റിൻ്റെ മുന്നിൽ വന്നപ്പോൾ അത് 20 ഇതെങ്ങനെ ഒന്ന് പറഞ്ഞു വരണമെന്ന് എനിക്ക് അറിയത്തുമില്ല. എന്നാലും ഞാനപ്പോൾ വായിക്കാൻ വന്നു. ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് മത്തായി സുവിശേഷം 5-ാം അധ്യായം 41-ാമത്തെ വാക്യം നമുക്കൊരുമിച്ച് വായിക്കാം. ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകുക. എല്ലാവരും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചാൽ. ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകുക. കർത്താവിൻ്റെ പ്രഭാഷണത്തെ 3 പ്രധാനപ്പെട്ട പില്ലറുകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ 1-ാമത്തെ പില്ലർ ഗിരിപ്രഭാഷണം, 2-ാമത്തെ പില്ലർ ദൈവരാജ്യ സംബന്ധമായ ഉപമകളാണ്, 3-ാമത്തെ പില്ലർ ഉപമല പ്രഭാഷണം. ഇതിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ധാർമ്മിക ഉപദേശങ്ങളുടെ വിശദീകരണമാണ്. ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വർത്തമാനകാല വികാസനങ്ങളും അതിൻ്റെ വ്യതിയാനങ്ങളും. പിന്നെ 3-ാമത്തെ ഭാഗം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഈ ഗിരിപ്രഭാഷണം എന്ന ദൈവരാജ്യത്തിൻ്റെ ധാർമ്മിക വസ്തുതകളെ വിശദീകരിക്കുന്ന ഇടത്ത് കർത്താവ് പറഞ്ഞൊരു വാക്ക്, ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോവുക. മലയാളത്തിൽ ആ നാഴിക എന്ന പദം വന്നിട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. ബൈബിൾ ഭാഷത്തിൽ ഒരു നാഴിക എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. മൊത്തത്തിൽ 4 നാഴികയാണ്. 1-ാം നാഴിക, 2-ാം നാഴിക, 3-ാം നാഴിക, 4-ാം നാഴിക. അതിന് ഓരോ പേരുകളുണ്ട്. സന്ധ്യ, യാമം, ഇങ്ങനെ യാമങ്ങളായിട്ടാണ് അവയെ തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്രഭാതയാമം. അതാണ് ഈ 4-ാമത്തെ ഒരു നാഴിക എന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകാൻ നിർബന്ധിച്ചാൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിലേക്ക് വരുമ്പോൾ ഒരുവൻ നിന്നെ 1 മൈല് പോകാൻ നിർബന്ധിച്ചാൽ എന്നതിൻ്റെ അർത്ഥം. അപ്പൊ ഒരുത്തൻ നിന്നെ 1 മൈല് പോകാൻ നിർബന്ധിച്ചാൽ 2 മൈല് അവനോടുകൂടെ പോകണം എന്നതിൻ്റെ വാക്യത്തിന്റെ ശരിയായ അർത്ഥം എന്ന് പറയും. വാസ്തവത്തിൽ ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസുകൾ അജ്ഞാതമായിരുന്ന കാലത്ത് ഈ രാജകീയ വിളംബരങ്ങളും രാജകീയ എഴുത്തുകളും മറ്റും കൊടുത്തുവിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നത് പടയാളികളാണ്. അവർക്കൊരു പ്രത്യേക പേരുണ്ട്, അശ്വരൂഢരാണ്. അവരുടെ പേരാണ് ചാപ്പർ. ഈ ചാപ്പർ എന്ന് പറയുന്ന ഇവർ ഈ എഴുത്തുകളുമായി പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഇല്ലന്റ് പോലെ, പോസ്റ്റ് കാർഡ് പോലെയല്ല, തോൽച്ചുവടുകളും മറ്റുമൊക്കെ ആയിരുന്നത് കൊണ്ട് വലിയ ചുവടുകളാണ്. ഒരു 2 ലെറ്റർ എന്നൊക്കെ പറയുന്നത് വലിയ ചുവടാണ്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ്, വഴിയിൽ ഒരുത്തൻ നിൽക്കുന്നത് കണ്ടാൽ ഇവർ ഈ ചുമക്കുന്ന ചുവട് അവനോട് 1 നാഴിക ചുമക്കാൻ പറയുക. അത് നിയമമാണ്. അപ്പോൾ ഓവസാറ് അങ്ങനെ ചുമക്കുന്ന ഒരാളാണെങ്കിൽ വഴിയിൽ നിൽക്കുന്ന എന്നെ കണ്ടിട്ട് ഇത് ചുമക്കണമെന്ന് പറഞ്ഞാൽ റോമൻ നിയമം അനുസരിച്ച് സാറിൻ്റെ കൂടെ 1 നാഴിക, 1 മൈല് ഞാൻ ഈ ചുവടും ചുമന്നുകൊണ്ട് യാത്ര ചെയ്യണം. ഈ ഒരു ചുവട് ചുമക്കുന്ന, ഞാനുമായി ഒരു ബന്ധമില്ലാത്ത ചുവട് ചുമക്കുന്ന ഈ ഒരു കാര്യം അത് അപമാനമാണ്, അത് ബലപ്രയോഗത്തിലാണ്, അത് മാനസികമായി ഒരാളെ തളർത്തുന്ന കാര്യമാണ്. അപ്പൊ കർത്താവ് പറയുക, റോമൻ
റോമൻ സാമ്രാജ്യത്തിലുള്ള നിയമം അനുസരിച്ച് ഒരുത്തനെ നിർബന്ധിച്ചാൽ അവൻ ഒരു നാഴിക പോകും. പക്ഷെ കിങ്ഡത്തിലുള്ള നിങ്ങൾ ഒരു നാഴിക അല്ല പോകേണ്ടത്, നിങ്ങൾ ഒരു എക്സ്ട്രാ മൈലും കൂടെ യാത്ര ചെയ്യണം. ഇന്നത്തെ ബഹുമാന്യരായ ഗ്രാജുവേറ്റ്സിനോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ആ എക്സ്ട്രാ മൈലാണ്. 1 മൈൽ എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നത് മാത്രം ചെയ്താൽ മതി. അത് നിർബന്ധം കൊണ്ടുള്ള ഒരു സേവനമാണ്. ചെയ്യേണ്ടത് ചെയ്താൽ മതി എന്നുള്ള ഒരു മനോഭാവം മിനിമമാണ്. ഞാൻ കുറ്റം പറയുമല്ല, ഞാൻ നോർമലി കുറ്റം പറയാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. എന്നാലും ഞാൻ പറയാം, ഭൂരിപക്ഷ ശുശ്രൂഷ വിഭാഗങ്ങളും മിനിമത്തിൽ നിൽക്കുന്നവരാണ്. എന്നെ തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ ഞാൻ പറയാം, ചിലരെങ്കിലും ആരാധന പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷം പാട്ടും കഴിഞ്ഞ് 3 പേർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാണ് ടേബിളിന്റെ കീഴിൽ വെച്ചിരിക്കുന്ന സങ്കീർത്തന ഭാഷ്യത്തിൽ ഏത് സങ്കീർത്തനം എന്ന് വായിക്കണമെന്ന് നോക്കുന്നത്. മിനിമമാണ്. ഇത് നിർബന്ധമായതുകൊണ്ട് ചെയ്തു പോകുന്ന കാര്യമാണ്. ഞാൻ പറയാ, ഈ മിനിമം ചെയ്യുന്ന ആർക്കും എന്നും എത്താൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും അറിയണം, മിനിമം പ്രാർത്ഥന, മിനിമം ആരാധന, മിനിമം വായന, മിനിമം ദാഹം, മിനിമം താല്പര്യം, മിനിമം ആത്മഭാരം, ഇങ്ങനെയുള്ളവർ ഒരിടത്തും എത്തത്തില്ല. പാസ്റ്റർ റോഡി എൻ്റെ സഹപാഠിയാണ്. ഞാൻ അദ്ദേഹത്തെക്കാൾ സീനിയറാണ്. ഞങ്ങൾ പക്ഷേ വളരെ സൗഹൃദത്തിൽ നിന്നിരുന്നവരാണ്. ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ സെമിനാരി പഠനത്തിൽ തന്നെ എത്തിയാൽ അയാൾ പ്രയോജനപ്പെടുമോ? ഞാൻ ദീർഘവർഷങ്ങൾ സെമിനാരി പഠിപ്പിച്ച ഒരാളായതുകൊണ്ട് 10 ആൺകുട്ടികളെ പഠിപ്പിച്ചാൽ 5 പേര് മിനിസ്ട്രിക്കാണ്. 10 സൗര്യമാർ എന്നോട് പഠനമല്ല, 10 പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ 2 പേര് മിനിസ്ട്രിക്കാണ്. അല്ലെങ്കിൽ ഇവര് പറയട്ടെ തെറ്റാണെങ്കിൽ, ഈ 2 പെൺകുട്ടികൾ മിനിസ്ട്രിയിൽ കാണുന്നത് പാസ്റ്റർമാർ കല്യാണം കഴിക്കുന്നുണ്ടാണ്, പാഴ്സനേജിലൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് മിനിസ്ട്രിയുടെ ഭാഗമാകുന്നു എന്നുള്ളതല്ലാതെ ഇതാണ് ഒരു മിനിമം കണക്ക്. ബാച്ച് തുടങ്ങിയപ്പോൾ 45 പേര്, ഗ്രാജുവേഷൻ വന്നപ്പോൾ 12 പേര്, ബാക്കിയുള്ളവരോടൊപ്പം എവിടെയോ പോയി. അതിൽ തന്നെ ഒട്ടനവധി ആളുകൾ മിനിമത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മിനിമം വായന, മിനിമം പ്രാർത്ഥന, മിനിമം ധ്യാനം, മിനിമം ശുശ്രൂഷ, എല്ലാം മിനിമത്തിലാണ്. പക്ഷെ പ്രയോജനപ്പെടാൻ കൊതിക്കുന്നവരുണ്ടല്ലോ, അവൻ മിനിമത്തിലല്ല, അവൻ എക്സ്ട്രാ മൈലുകൾ യാത്ര ചെയ്യും. എക്സ്ട്രാ മൈലുകൾ യാത്ര ചെയ്യും. ആ എക്സ്ട്രാ മൈലിനകത്താണ് ഇവൻ വ്യത്യാസപ്പെടുന്നത്. എല്ലാവരും വായിക്കുന്നതിനേക്കാൾ എക്സ്ട്രാ വായിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എക്സ്ട്രാ പ്രാർത്ഥിക്കുക, എല്ലാവരും കൊതിക്കുന്നതിനേക്കാൾ എക്സ്ട്രാ കൊതിക്കുക. ഞാൻ ഇവിടെ ഇരുന്നപ്പം എൻ്റെ ഗ്രാജുവേഷനുകളൊക്കെ ഓർക്കുമായിരുന്നു. ഭയങ്കര ഇമോഷണലാണ്. ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് അല്ലേ മിക്കവാറും അങ്ങനെ. നിങ്ങൾ എത്രത്തോളം ഇമോഷണൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഓൺലൈൻ അപ്പൊ എത്രത്തോളം നിങ്ങൾ ഇമോഷണൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ സെമിനാരിക്കകത്ത് കിടന്ന് പഠിച്ചു വരുന്നവരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് ഈ പയറും കഞ്ഞിയും അങ്ങനെ പഠിച്ചവരുണ്ടായിരിക്കുക. അത് ഇമോഷണൽ, ഭയങ്കര ഇമോഷണൽ. അങ്ങനെയുള്ളവര് അവിടുത്തെ ആ പ്രഷറും അവിടുത്തെ ആ വർക്ക് ലോഡും എല്ലാം കൂടെ ചെയ്ത് ഗ്രാജുവേഷനിലേക്ക് വരുമ്പോൾ ഭയങ്കര ഇമോഷണലാണ്. ഓക്കെ, അപ്പം ഞാൻ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. ഈ സെമിനാരിയുടെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാൽ, ഉഴപ്പേണ്ടവന് ഉഴപ്പാം, വർത്താനം പറയേണ്ടവന് വർത്താനം പറയും. പക്ഷെ പ്രയോജനപ്പെടാനുള്ളവന് ഒന്നീ പ്രയർ റൂമിൽ കാണാം, അല്ലെ ലൈബ്രറി കാണാം. പ്രയർ റൂമിലും ലൈബ്രറിയിലും സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എക്സ്ട്രാ മൈലാണ്, അവൻ പ്രയോജനപ്പെടും. നിങ്ങൾക്ക് എന്നോടൊപ്പം വരാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത.
അവൻ പ്രയോജനപ്പെടും. കാരണം അവൻ അതിനുള്ള കൊതിയുണ്ട്. ഞാന് സെമിനാരി വന്നപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാനും അറിയത്തില്ല, പാട്ട് പാടാനും അറിയത്തില്ല, പ്രസംഗിക്കാനും അറിയത്തില്ല. എൻ്റെ ആദ്യത്തെ പ്രസംഗം 3 മിനിറ്റാണ്. അത് തന്നെ ഗുഡ് ന്യൂസിൽ വന്ന ഒരു ലേഖനം വെട്ടിയെടുത്ത് ബൈബിളിന്റെ സൈഡിൽ പൊട്ടിച്ചു. എന്നിട്ട് അതങ്ങ് കാണാതെ പഠിച്ചു. അത് കാണാതെ പഠിച്ചു പറഞ്ഞിട്ട് 3 മിനിറ്റ് കൊണ്ട് തീർന്നുപോയി. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രസംഗം. അപ്പൊ എൻ്റെ ഒരു ലെവല് നിങ്ങൾ മനസ്സിലാക്കി. പിന്നീട് എപ്പോഴൊക്കെയോ നടത്തിയ എക്സ്ട്രാ മൈലുകളാണ്, എക്സ്ട്രാ മൈൽ ജേണികളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. കഴിവല്ല, വാസ്തവത്തിൽ ഡിഗ്രികളുമല്ല. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ ന്യൂ ടെസ്റ്റ്മെന്റിൽ MTH ഉള്ള ഒരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് ആയിരുന്നു. പാസ്റ്റർ, എനിക്ക് ന്യൂ ടെസ്റ്റ്മെന്റിൽ MTH ഉള്ള ആളാണ്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് ന്യൂ ടെസ്റ്റ്മെന്റിൽ MTH ഉണ്ടായിട്ടും ഓൾഡ് ടെസ്റ്റ്മെന്റിൽ MTH ഉണ്ടായിട്ടും ഇനി വേറെ വല്ലതൊക്കെ എടുത്താലും പ്രയോജനപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡിഗ്രികൾ ഇങ്ങനെ പറഞ്ഞു വെക്കാവുന്നേ ഉള്ളൂ. ഇതൊരു എക്സ്ട്രാ മൈൽ ജേണി. ഈ അവിടെ നിങ്ങൾ ശരിക്കും അറിയണത്, ഇതൊരു നിയമപ്രകാരമുള്ള ഒരു പോക്കല്ല, ഇതൊരു നിർബന്ധിച്ചുള്ള ഒരു കാര്യമൊന്നുമല്ല. എക്സ്ട്രാ മൈൽ ആവശ്യപ്പെടുന്നതല്ല, നിയമമല്ല. 1-ാം നാഴിക ആവശ്യപ്പെടുന്നതാണ്, നിർബന്ധിക്കുന്നതാണ്. പക്ഷെ 2-ാം നാഴിക, സെക്കൻഡ് മൈൽ, ഞാനതാ എക്സ്ട്രാ മൈൽ എന്ന് പറയുന്നത്. സെക്കൻഡ് മൈൽ ഇതൊരു സമർപ്പണമാണ്. സെക്കൻഡ് മൈൽ അനുസരണമാണ്. സെക്കൻഡ് മൈൽ ഒരാത്മഭാരം, സെക്കൻഡ് മൈൽ ഒരാത്മദാഹം. ഇങ്ങനെ ഉള്ളവർക്ക് മാത്രമേ പ്രയോജനപ്പെടാൻ പറ്റത്തുള്ളൂ. എന്നോടൊപ്പമുണ്ടോ? ആരെങ്കിലും തലേ കൈവച്ച് നിങ്ങളൊക്കെ മിനിസ്ട്രിയിലേക്ക് വരുമെന്ന് സ്വപ്നം കാണുന്നല്ല. അതിനൊക്കെ ഒരു കാര്യമുണ്ട്. മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുണ്ടായ കൃപാവരം, അതൊരു സത്യമാണ്. പക്ഷെ അതുകൊണ്ടല്ല പ്രയോജനപ്പെടാൻ പോകുന്നത്. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, നന്നായി വചനം ശുശ്രൂഷിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണണം. അവർ അക്കാര്യത്തിൽ അധ്വാനിച്ചിരിക്കുന്നുണ്ടോ? നന്നായി വചനം പറയണമെങ്കിൽ നന്നായി അധ്വാനിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എല്ല് മുറിയ പണിയെടുത്താൽ പല്ല് മുറിയ തിന്നാം. ഇതുപോലെയാണ്, നന്നായി അധ്വാനിച്ചാൽ നന്നായി വചനം ശുശ്രൂഷിക്കാം. ഈ ചിലരൊക്കെ പറയത്തില്ല, അവൻ ബുദ്ധിയുടെ പ്രസംഗമാണിത്, പോയി പണി നോക്കാൻ പറയണം. പിടികിട്ടുന്നുണ്ട്? ഈ സ്റ്റേജിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ, ഗ്ലോറി, പ്രിയപ്പെട്ടവരെ രക്തത്താൽ ജയം, ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പലരും പറഞ്ഞു ഇതാണ് ആത്മാവിന്റെ ശുശ്രൂഷ എന്ന്. നന്നായിട്ട് വചനം പഠിച്ചിട്ട് വരുന്നവൻ സ്റ്റേജിൽ കയറിയെന്ന് ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ ഗ്ലോറി, ആമൻ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ രക്തത്താൽ ജയം, ഇത് പറയത്തില്ല. വചനം പഠിച്ചിട്ട് വരുന്നവൻ, ധ്യാനിച്ചിട്ട് വരുന്നവൻ ഭംഗിയായിട്ട് നിന്ന് പറയും. അവൻ അധ്വാനിച്ചിട്ട് വരുന്നവൻ. ബൈബിള് പറയുന്നു, ഇവനെ ഇരട്ടി മാനത്തിന് യോഗ്യനായിട്ട് നന്നായി ശുശ്രൂഷിക്കണം. കുറുക്കുവഴിയൊന്നുമില്ല. അതിനറിഞ്ഞ ചിന്തിക്കരുത്, ഒരു കുറുക്കുവഴിയില്ല. ഇതിന്റെ മുന്നിൽ സമയം ചെലവഴിക്കണം. 20 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം വെളുപ്പിന്റെ 3:30 എഴുന്നേറ്റാണ് ഞാൻ. 4 മണിക്ക് യാത്ര തിരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. എനിക്കതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. 4 മണിക്ക് എഴുന്നേൽക്കുന്നതും പിന്നെ 5 മണിക്ക് എഴുന്നേൽക്കുന്നതും എനിക്കിതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനിടയിൽ പഠിക്കാനും വായിക്കാനും എഴുതാനും എല്ലാം ഞാൻ സമയം കണ്ടത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത്, പ്രയോജനപ്പെടാൻ അധിക മൈലുകൾ യാത്ര ചെയ്യണം. അങ്ങനെ പ്രയോജനപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ നിർത്താം. യേശു ഈ കുരിശെടുത്തുകൊണ്ട് ഗോൽഗോത്തായിലേക്ക് പോവുക. ഗബത്തായിൽ നിന്ന് ഗോൽഗോത്തായിലേക്ക് 2.5 മൈലാണ് യാത്ര. 2.5 മൈൽ. ഈ 2.5 മൈൽ ഈ കുരിശ് എടുത്തോണ്ട് പോകണം.
നമ്മൾ 180 കിലോ എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയത്തില്ല, ഞാൻ എന്നും കിലോ വായിച്ചിട്ടില്ല, പക്ഷേ അതൊരു പച്ച മരത്തടിയാണ്. ഈ കുരിശ് എടുത്തോണ്ട് യാത്ര ചെയ്യുമ്പോൾ കുറേനക്കാരൻ സീമോൻ വയലിൽ നിന്ന് വരിക. മത്തായി 27:32 വായിക്കുന്നുണ്ട്, അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. നമ്മൾ ഈ പറഞ്ഞ നിർബന്ധം 1 മൈൽ പോയാൽ മതി. ഗോൽഗോത്ത വരെ 2.5 മൈലാണ്. ചുമക്കാൻ തുടങ്ങിയപ്പം നിർബന്ധിക്കപ്പെടേണ്ടതായിട്ട് വന്നു. അത് ആവർത്തിക്കുന്നുണ്ട്. മർക്കോസ് 15:21 അലക്സാണ്ടറിന്റെ രൂഫോസിന്റെ അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ കുരിശ് ചുമപ്പാൻ നിർബന്ധിക്കേണ്ടി വന്നു. നിർബന്ധിച്ചു. പക്ഷേ ചുമന്നു തുടങ്ങിയപ്പോ നിർബന്ധിച്ചെങ്കിൽ ചുമക്കാൻ തുടങ്ങിയപ്പോ ഇതൊരാവേശം. 1 മൈൽ മാത്രം യാത്ര ചെയ്യേണ്ടവൻ 1 മൈൽ മാത്രം യാത്ര ചെയ്യേണ്ടവൻ യാത്ര ചെയ്ത് 2.5 മൈൽ അങ്ങ് പോയി. അതാ എക്സ്ട്രാ മൈൽ. ഈ എക്സ്ട്രാ മൈൽ യാത്ര ചെയ്ത കുറേനക്കാരന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറയാം. റോമാലേഖനം 16:13 വായിക്കുന്നുണ്ട്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസും എനിക്കും അമ്മയായ അവന്റെ അമ്മ ഈ കുരിശ് ചുമന്നപ്പോ മർക്കോസ് 15:21 അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പൻ. പക്ഷെ എക്സ്ട്രാ മൈലുകൾ പോയ അപ്പന്റെ തലമുറയിൽ പിന്നെ പരിചയപ്പെടുത്തുന്നത് കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസാണ്. അപ്പൊ ഒരു മാറ്റം വേണോ? ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ ഇതല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. മാറ്റം വേണം. വേണമെങ്കിൽ എക്സ്ട്രാ മൈൽ യാത്ര ചെയ്യണം. എക്സ്ട്രാ മൈലുകൾ നിർബന്ധിക്കപ്പെടാതെ പ്രാർത്ഥന മുറിക്കകത്ത് കയറിയിരിക്കണം. നിർബന്ധിക്കപ്പെടാത്ത വിധത്തിൽ ബൈബിളുമായിട്ട് കയറിയിരിക്കണം. നിർബന്ധിക്കപ്പെടാത്ത വിധത്തിൽ പുസ്തകങ്ങളുമായി ചേർന്നിരിക്കണം. കൃപയിൽ ആശ്രയിക്കും. ഞാൻ പറഞ്ഞത് എക്സ്ട്രാ മൈലുകൾ യാത്ര ചെയ്യുന്നവന് മാത്രമേ എക്സ്ട്രാ ഓർഡിനറി ആകാൻ പറ്റുള്ളൂ. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഈ എസ്ര എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. എസ്ര പുരോഹിതനാണ്. ഇപ്പൊ നമ്മളെല്ലാം പാസ്റ്റർമാരാ, പക്ഷേ എസ്ര അതുപോലെയല്ല. അപ്പൻ പുരോഹിതനായതുകൊണ്ട് എസ്രായി പുരോഹിതൻ. അപ്പൊ പൗരോഹിത്യം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എസ്രായെ കുറിച്ച് പറയുന്നത് ശാസ്ത്രീയ. അതെങ്ങനെയാണെന്നറിയോ? പുരോഗമിച്ചതാണ്. എസ്ര വചനം പഠിക്കാൻ തുടങ്ങിയപ്പോ എസ്ര എന്ത് ചെയ്തു? പുരോഗമിച്ചു. ഇപ്പൊ പുരോഹിതൻ ആരായി? പറഞ്ഞു, ശാസ്ത്രീയ. അതാ വിളിക്കകത്ത് പ്രമോഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഒരു സാധാരണ പാസ്റ്റർ ആയിരിക്കും, പക്ഷെ എക്സ്ട്രാ മൈൽ യാത്ര ചെയ്താൽ വിളിക്കകത്ത് പ്രമോഷൻ ഉണ്ടാകും. അതിലേക്കുന്നവരെ മാത്രം കർമ്മയോഗ്യം പിടിച്ച വിളിക്കകത്ത് പ്രമോഷൻ. ഇത് എക്സ്ട്രാ മൈലിൽ മാത്രം കിട്ടുന്നതാണ്. നമ്മൾ ഈ ഏലിശയെ കുറിച്ച് പറയുന്നുണ്ട്. സത്യത്തിൽ 50 പേരുള്ള ഒരു സഭയുടെ പാസ്റ്ററായി ഇരിക്കാൻ പല പ്രാവശ്യം ഈ മനുഷ്യൻ നിർബന്ധിച്ചതാണ്. പക്ഷെ ആ മനുഷ്യൻ നിന്നില്ല. അദ്ദേഹം എക്സ്ട്രാ മൈലുകൾ യാത്ര ചെയ്തു. പറയുന്ന ഫലം എന്താണെന്നറിയോ? അദ്ദേഹം 50 പേരുള്ള സഭയുടെ പാസ്റ്റർ അല്ലായിരുന്നു. അദ്ദേഹം ആ രാജ്യത്തിന്റെ പ്രവാചകൻ. ഇവിടെ താമസിക്കരുത്. 50 പേരുള്ള സഭകള് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തത് മൊത്തം. പക്ഷെ യോർദാൻ കടക്കാനുള്ള അധിക ദൂരം യാത്ര ചെയ്യാനുള്ള ആ മനുഷ്യന്റെ തീരുമാനം ആ മനുഷ്യനെ ആ രാജ്യത്തിന്റെ പ്രവാചകനാണ്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, അധിക ദൂരങ്ങൾ യാത്ര ചെയ്യും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. സത്യത്തിൽ എല്ലായിടത്തും അപ്ഡേഷൻസ് ഉണ്ട്. എല്ലായിടത്തും. നിങ്ങൾ ബാർബർ ഷോപ്പിൽ പോകുന്നവരല്ലേ?